കാർഷിക ഉൽപ്പന്നങ്ങൾ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവനായി ഏറ്റെടുക്കാം എന്നുള്ള എഗ്രിമെൻ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നെടുമങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റ് രൂപീകരിക്കുമ്പോൾ അവിടെ പ്രാദേശികമായി ട്രേഡേഴ്സ് എടുക്കുന്ന സാധനം ഒഴിച്ച് മിച്ചം വരുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും ഹോർട്ടി കോർപ്പറേഷൻ അത് സ്വീകരിച്ച് അതിന് ന്യായമായ വില കർഷകർക്ക് നൽകാം എന്നുള്ള ഒരു എഗ്രിമെൻ്റ് നിലവിലുണ്ട്. നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ അടുത്ത കാലത്തായി കഴിഞ്ഞ ഒരു മാസക്കാലമായി ഹോർട്ടി കോർപ്പറേഷൻ കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണത്തിന് ഒരു 300 കിലോ സലാഡ് വെള്ളരി കൊണ്ടുവന്നാൽ ഹോർട്ടി കോർപ്പറേഷൻ അതിൽ 100 കിലോ മാത്രമേ ഏറ്റെടുക്കുള്ളൂ. കർഷകർ തിരിച്ചു കൊണ്ടുപോകേണ്ട സ്ഥിതി. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സഹിച്ചുകൊണ്ടാണ് കർഷകർ ഇപ്പോൾ ഈ മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. ഇതുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല. കാരണം മുൻകാലങ്ങളിൽ ഇത്തരം പ്രശ്നമില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 9 വർഷക്കാലമാണ് ഈ പ്രശ്നം. അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ കൃത്യമായും മാസാമാസമുള്ള പണം 15 ദിവസത്തിലൊരിക്കൽ കർഷകൻ്റെ അക്കൗണ്ടിലെത്തുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ജനുവരി മുതൽ 5 മാസക്കാലം കുടിശ്ശിക കെട്ടുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അഴിമതി കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. തമിഴ്നാട്ടിൽ നിന്ന് കൂടിയ വിലയ്ക്ക് സാധനം ഹോൾസെയിൽ ഡീലർമാരിൽ നിന്ന് വാങ്ങിയാൽ അതിൽ അഴിമതി നടത്താൻ പറ്റും. കർഷകരിൽ നിന്ന് നേരിട്ട് സാധനം വാങ്ങിയാൽ അതിൽ അഴിമതി കാണിക്കാൻ കഴിയില്ല. ഇത്രയേ ഉള്ളൂ പച്ചയുള്ള യാഥാർത്ഥ്യം.